എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും RGS വ്ലോഗ്സിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ച് എൻ്റെ 47 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ എൻ്റെ ചെസ്നയിലെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ആർത്തവമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു കണ്ണിമാങ്ങ അച്ചാറാണ്. അതായത് വ്യത്യസ്ത രീതിയിലുള്ള ഒരു കണ്ണിമാങ്ങ അച്ചാർ. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി തുടങ്ങാം. നല്ലെണ്ണയാണിത്. നമുക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കാം. അത്യാവശ്യം നല്ലെണ്ണ ഒഴിച്ചാൽ മതി. നല്ലെണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുളക് ചതച്ചത് അതിലിട്ട് കൊടുക്കാം. 100 ഗ്രാം മുളകാണ് ഇതിൽ എടുത്തിട്ടുള്ളത്, ചതച്ച മുളക്. മുളകിന്റെ അരി ഒന്ന് ചുവന്ന് വരണം. മുളക് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ 1 കപ്പ് ഉപ്പുനീര്, അതായത് മാങ്ങയിൽ നിന്ന് ഊറ്റിയ വെള്ളം, അപ്പോൾ ഉപ്പുനീരും മുളക് പൊടിയും കൂടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അരക്കരണ്ടി ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കളർ കിട്ടുന്നതിന് വേണ്ടി കുറച്ച് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ചേർത്തത് ചതച്ച മുളക് പൊടിയാണ്. ഇതെല്ലാം കൂടെ മിക്സായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി, വറുത്ത് പൊടിച്ച കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. പിന്നെ നമുക്കതിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന ഒരു അച്ചാറാണ്. അതിനുശേഷം നമുക്ക് ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ വറുത്ത് പൊടിച്ച കടുക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടാക്കി പൊടിച്ചാൽ മാത്രം മതി. കടുക് കുറച്ചുകൂടെ വേണം, അതായത് 5 ടീസ്പൂൺ കടുകെങ്കിലും ചേർക്കണം. 500 ഗ്രാം മാങ്ങയാണ് ഇനി എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതാകുമ്പോൾ ഒരുപാട് കാലം ഇരിക്കും. അതിനുശേഷം നമുക്കിത് അതിൽ ഇറക്കിയിട്ട് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇറക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ചൂടായി പോകും. എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമ്മൾ കായം മൂപ്പിച്ച എണ്ണ ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കും. അത് 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. കാൽ കപ്പ് തിളപ്പിച്ച് ആറ്റിയ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര, ശർക്കര മുതലായത് ആവശ്യമുള്ളവർക്ക് ചേർക്കാൻ. ഞാനിവിടെ ചേർക്കാറില്ല.
പ്രിയ പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ യഥാർത്ഥ രുചി വരണമെങ്കിൽ നമ്മൾ കായം വറുത്ത് പൊടിച്ച് തന്നെ ചേർക്കണം. പച്ചക്കായം ചേർക്കരുത്. ആ എണ്ണ അവസാനം ഇതിൽ ഒഴിക്കുകയും വേണം. അപ്പോൾ വ്യത്യസ്തമായ രുചിയിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം.